നിക്ഷേപ കേരള ആഗോള ഉച്ചകോടിക്ക് സമാപനമായി 2 ദിവസമായി നടന്ന ഉച്ചകോടിയിൽ 1,52,905 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലുണ്ടായതായി വ്യവസായിക മന്ത്രി പറഞ്ഞു. കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റാനുള്ള തുടക്കമാണിതെന്നും മന്ത്രി പറഞ്ഞു. ജോയ്മോൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിക്ഷേപ കേരള ആഗോള ഉച്ചകോടിക്ക് സമാപനമായി 2 ദിവസമായി നടന്ന ഉച്ചകോടിയിൽ 5000-ൽ പരം പ്രതിനിധികളും സംരംഭകരും പങ്കെടുത്തു. 1,55,000-ൽ പരം കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായതായി വ്യാവസായിക മന്ത്രി അറിയിച്ചു. ഈ ഉച്ചകോടിയിലൂടെ കേരള വിപണിയെ ലോകത്തിന് തുറന്നു കാട്ടുകയും ലോകത്തിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതായാണ് മന്ത്രി പറഞ്ഞത്. ഇതൊരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിലും അതുപോലെ തന്നെ മുന്നോട്ട് കേരളത്തിന്റെ വിപണിയിലേക്ക് കൂടുതൽ നിക്ഷേപകർ എത്തുമെന്നും അതുപോലെ തന്നെ കേരളം ഒരു നിക്ഷേപ സൗഹൃദമായി മാറുമെന്നും വ്യാവസായിക മന്ത്രി അറിയിച്ചു. വൻകിട കമ്പനികളും ചെറുകിട കമ്പനികളുമായി 300ഓളം കമ്പനികളാണ് ഈ നിക്ഷേപ ഉച്ചകോടിയിലൂടെ കേരളത്തിൽ നിക്ഷേപങ്ങൾ പ്രഖ്യാപിച്ചത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ലുലു ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. As a part of the Kerala Investment Summit, Lulu Group is announcing about 5,000 crores investment in the future, coming 4 to 5 years. The employment opportunity of this investment itself is coming up about 15,000 people. So this is the employment opportunity is going to come in this 5,000 crores investment. അതിൽ തന്നെ ഗ്ലോബൽ പാർക്കും സർക്കാരുമായി കൈകോർത്ത് ഗ്ലോബൽ പാർക്കിൽ ലുലു ഗ്രൂപ്പ് പങ്കാളികളാകും. അതുപോലെ തന്നെ IT പാർക്കും അതുപോലെ തന്നെ കളമശ്ശേരിയിൽ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുമാണ് ലുലു പ്രഖ്യാപിച്ചത്. ലുലു കൂടാതെ തന്നെ ആയാലും സദർലാൻഡ് അതുപോലെ തന്നെ വൻകിട IT കമ്പനികളും നിക്ഷേപങ്ങളുമായി കേരളത്തിലേക്ക് എത്തുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇത് ഒരു കേരള വിപണിയെ അതുപോലെ തന്നെ നിക്ഷേപകരെ കൂടുതൽ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായാണ് മന്ത്രി അറിയിച്ചത്. Now 374 companies have even interest in establishing, expanding, diversifying and reinvesting in the state and have shared expression of interest, resulting in consolidate investment of 1,52,905 crore rupees. That is the quantum of this EOI. ക്യാമറാമാൻ അക്ഷയ്ക്കൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.